മുറ ബാങ്കുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അധികാരികൾ ഏതാണ്ട് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് SBT പോലുള്ള ബാങ്കുകളുടെ പ്രസക്തി. SBT നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് ബാങ്കാണ്, അനുബന്ധ ബാങ്കാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഏതാണ്ട് 75% ഓഹരി കൈയാളുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് നിയന്ത്രണ അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എത്ര ശതമാനം പലിശയ്ക്ക് വായ്പ കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും എത്ര ശതമാനം പലിശ അതിന്റെ നിക്ഷേപകർക്ക് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അത് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മുഖ്യമായി മത്സരിക്കേണ്ടി വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടാണ്. 2 വർഷം മുൻപ് ഏതാണ്ട് 220 ശാഖകൾ മാത്രമുണ്ടായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ 2 വർഷം കൊണ്ട് അവരുടെ ശാഖകളുടെ എണ്ണം കേരളത്തിൽ 368 വർദ്ധിപ്പിച്ചു. വലിയ തോതിലുള്ള ഒരു വർധനവ് ശാഖകളുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടായി. അതിന്റെ അർത്ഥം അതിൽ പല സ്ഥലങ്ങളും കേരളത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് ശാഖകളുള്ള സ്ഥലങ്ങളാണ്. അതിന്റെ അർത്ഥം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് മുഖ്യമായി മത്സരിക്കേണ്ടി വരുന്നത് അതിനെ എല്ലാ തരത്തിലും നിയന്ത്രിക്കുന്ന, കടിഞ്ഞാണിട്ട് പുറകോട്ട് വലിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് തന്നെയാണ് എന്നുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഒരു ദുർഗതിയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയൻ മറ്റൊരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെയും അതുപോലെ മറ്റ് അനുബന്ധ ബാങ്കുകളെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ നിന്നും വിമുക്തമാക്കണം എന്നാണ്. ഡീലിങ്കിങ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലയിപ്പിക്കുകയല്ല വേണ്ടത്, അതിന് വളരാനുള്ള സ്വതന്ത്രമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 77% ജനങ്ങൾക്ക് 20 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ളവരാണ്. 60% ആളുകൾ യാതൊരുവിധമായ ബാങ്കിംഗ് ഇടപാടുകളും ഇല്ലാത്തവരാണ്, ബന്ധങ്ങളുമില്ലാത്തവരാണ്. ഇതൊക്കെ റിസർവ് ബാങ്കിന്റെയും അർജുൻ സെൻഗുപ്ത കമ്മിറ്റിയുടെയും ഒക്കെ കണക്കുകളാണ്. ഈ സാഹചര്യത്തിൽ ബാങ്കുകളുടെ എണ്ണം വർദ്ധിക്കുകയും ബാങ്ക് ശാഖകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യേണ്ടതിന് പകരം ബാങ്കുകളെ പരസ്പരം ലയിപ്പിച്ച് ഇല്ലാതെയാക്കുന്നതിന് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കരുതാൻ കഴിയൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും ഏറ്റെടുത്തിട്ടുള്ള ഈ രാജ്യസ്നേഹപരമായിട്ടുള്ള പോരാട്ടം വർഷങ്ങളായി പോരാട്ട രംഗത്താണ്. ബാങ്ക് സ്വകാര്യവൽക്കരണ നീക്കത്തിനെതിരെ, ബാങ്ക് ലയന നീക്കങ്ങൾക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് SBT എംപ്ലോയീസ് യൂണിയനും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും. അപ്പോൾ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, ബാങ്കിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന ജനങ്ങളുടെ ഒക്കെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതും ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സമ്മേളനത്തെ സംബന്ധിച്ച് അതിന്റെ ജനറൽ കൺവീനർ കൂടിയായ സഖാവ് മല്ലിക്ക് ചുരുക്കം ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനവരെ മൈക്കേൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും സഹകരണവും സഹായവും ഈ സമ്മേളനത്തിലും അതുപോലെ തന്നെ വരുംകാലങ്ങളിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന പോരാട്ടങ്ങളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റെന്തെങ്കിലും സംശയങ്ങൾ, വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമ്മേളനത്തിന്റെ പരിപാടികൾ ഞങ്ങൾ എന്തിനു വേണ്ടി സമ്മേളനം നടത്തുന്നു എന്നതിനെക്കുറിച്ച് ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു കഴിഞ്ഞു. ഈ സമ്മേളനം ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസപ്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ചുമതല. അപ്പോൾ നാളെ വൈകുന്നേരം നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് 2 ഭാഗങ്ങളിൽ നിന്നായി ഒരു പതാക ജാഥയും ബാനർ ജാഥയും ഇവിടെ എത്തുന്നു. അവിടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് ആ ജാഥകൾക്ക് സ്വീകരണം നൽകുന്നുണ്ട്. 19-ാം തീയതി കാലത്ത് 9:30 ജോബീസ് മോളിൽ വെച്ച് KC പത്മനാഭൻ നഗർ എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. അവിടെ രാവിലെ 9:30 SBT എംപ്ലോയീസ് യൂണിയന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് സഖാവ് AL റപ്പായി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. ആ പതാക ഉയർത്തിയതിനു ശേഷം 10 മണിക്ക് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സഖാവ് CH വെങ്കടാചലം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
ഉദ്ഘാടനത്തിന് ശേഷം റിപ്പോർട്ട് അവതരണവും ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30 ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. സെമിനാറിൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള സെമിനാറാണ് എന്നുള്ളതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരിലെ DGM ആദിശേഷാചലവും അതുപോലെ ആദികേശവനും പിന്നെ കാർഷിക സർവകലാശാലയുടെ ഡീനായിരുന്ന ഡോക്ടർ മോഹൻദാസും അതിൽ പങ്കെടുക്കുന്നുണ്ട്. സെമിനാറിന് ശേഷം വൈകിട്ട് 100 അടി റോഡിൽ നിന്ന് ചിന്മയ മിഷൻ സ്കൂൾ കോളേജിന്റെ സൈഡിൽ നിന്നാണ് പ്രകടനം ആരംഭിക്കുന്നത്. വൈകുന്നേരം 4:30 ആരംഭിക്കുന്ന പ്രകടനം പൊതുസമ്മേളന മൈതാനത്ത് സമാപിക്കും. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ വയലാർ രവിയാണ്. സഖാവ് ഗുരുദാസ് ദാസ് ഗുപ്ത, AIBA ജനറൽ സെക്രട്ടറി MP, AIBA ജനറൽ സെക്രട്ടറി സഖാവ് CH വെങ്കടാചലം, നമ്മളുടെ പാലക്കാടിന്റെ MP സഖാവ് MB രാജേഷ്, MLA സഖാവ് ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ ബാങ്കിലെ ഞങ്ങൾ അവാർഡ് സ്റ്റാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഓഫീസേഴ്സ് അസോസിയേഷന്റെ റെപ്രസെന്റേറ്റീവ് സഖാവ് ശിവശങ്കരപിള്ള തുടങ്ങിയവർ, അതുപോലെ AKBF